Hello everyone, welcome back to Kerala in Mumbai YouTube channel. So as a part of covering prominent Mumbai Malayalis, today we are here at the Jahangir Art Gallery, one of the top most art gallery in India which is located in Mumbai. And I'm happy to inform you that this entire art gallery is managed by one of the prominent Mumbai Malayali, Mrs. Karthayani G. Menon. Now let's hear more about her experience from herself. Hello ma'am. Yes. Kerala in Mumbai സ്വാഗതം. മാമിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സുഖം. Such a pleasure to have a conversation with you today. അപ്പോൾ നമുക്ക് മാമിന്റെ ഇത്രയും കാലത്തെ ജേർണി തൊട്ട് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ. സ്റ്റാർട്ടിങ് തൊട്ടുള്ള കഥയൊന്ന് പറയാം. ഓക്കെ. ഞാൻ ബോംബെയിൽ വന്നത് 1968ലാണ്. അവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നെയ്ബർ ഇങ്ങനെ ജഹാംഗീർ ഗാലറിയിൽ ഒരു ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് പറഞ്ഞു. ആക്ച്വലി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടൈപ്പിങ്ങും ഷോർട്ട് ഹാൻഡ് പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റെനോഗ്രാഫറായിട്ട് ആദ്യം കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ വേക്കൻസി ഇല്ല, ടൈപ്പിസ്റ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അത്രയിലായിട്ടുള്ള നമ്മൾ ബോംബെയിൽ നിന്ന് ഒരു 2 മാസം കൊണ്ടൊന്നും ഒരു ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും പഠിക്കില്ല. പക്ഷേ ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു, 2-3 ഡിഗ്രി എടുത്തിട്ടുണ്ട് ഹിന്ദീൻ്റെ. അപ്പം എനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ അന്നത്തെ ഹോണർ സെക്രട്ടറി മിസ്റ്റർ ബാട്ട്ലിവാല, അപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. എന്തോ എൻ്റെ ലക്കാണോ എൻ്റെ ഇതാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ ജോയിൻ ചെയ്ത് ആസ് എ ക്ലർക്ക്, നോട്ട് എ ടൈപ്പിസ്റ്റ്, ആസ് എ ക്ലർക്ക് 1968. അതിൻ്റെ ശേഷം ഞാൻ ജോയിൻ ചെയ്ത് ആ സമയം എൻ്റെ ഗാലറിയിലെ കമ്മിറ്റി മെമ്പർ JRD ടാറ്റ, നിർമ്മല രാജ് ബോൺസലെ, MGK മേനോൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, പ്ലസ് ഹെബ്ബർ, ബെന്ദ്രെ, ആറ, ഗൈത്തോണ്ടെ, ഇവരായിരുന്നു ഞങ്ങളുടെ ട്രസ്റ്റി ഓഫ് ദ ജഹാംഗീർ ആർട്ട് ഗാലറി. അവരെ ഇതിൻ്റെ ശേഷം പിന്നെ ഗാലറിയിൽ വന്ന ആർട്ടിസ്റ്റുമാർ ഹുസൈൻ, രാംകുമാർ, ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ഇന്ത്യ, അതായത് കൽക്കട്ടയിൽ പരിതോസൻ, ആ ലെവലുള്ളത്, സുൽത്താൻ അലി, പിന്നെ ഇവിടെ എന്താ പറയുക മദ്രാസ്, ഡൽഹി, രാംകുമാർ, കിഷൻ ഖന്ന, അഞ്ജലി ലാമേന, അവരുള്ള ആർട്ടിസ്റ്റിൻ്റെ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ആ സ്റ്റെപ്പിലുള്ള പ്രഫുല്ല ഡാണുക്കെ ഷോ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ എല്ലാം പഠിച്ചിട്ടും പിടിച്ചിട്ടും മീൻസ് പെട്ടെന്നില്ല നമ്മൾ അതിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആസ് എ സൂപ്രണ്ടൻറ്റ് എനിക്ക് പോസ്റ്റ് കിട്ടി. 10 വർഷം കഴിഞ്ഞതിന് ശേഷം 1990 I became a secretary of the gallery. Till today I am the secretary of the gallery. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ലൈഫിൽ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളെ ഇവിടെ ആൾക്കാർ ടോപ്പ് ടു ബോട്ടം ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെയുള്ള പരിചയം ഇങ്ങനെ ആയതിന് ശേഷം ഐ ഫീൽ ദാറ്റ് ദ ഗാലറി ഈസ് വെരി ഹാപ്പി വിത്ത് മീ. മൈ കമ്മിറ്റി മെമ്പേഴ്സ് ആൾസോ വെരി ഹാപ്പി വിത്ത് മൈ ജോബ് ആൻഡ് എവരിതിങ്. അപ്പോൾ അവർ ഒരു ബോധറും ഉണ്ടായിരുന്നില്ല. ജഹാംഗീർക്ക് എല്ലാം എൻ്റെ തലയിലിട്ടിട്ട് ഇന്നും അവരെൻ്റെ തലയിലെല്ലാം ഇട്ടിരിക്കുന്നത്. അതായത് വാട്ട് എവർ യു വാണ്ട് യു ഡു. ബിസിനസ്സിലോ ടീച്ചർ കോഴ്സോ അങ്ങനെയൊക്കെയാണ് ആളുകൾ പോകുന്നത്. ആർട്ടിലോട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരു മോട്ടിവേഷൻ അതെന്തായിരുന്നു? അങ്ങനെ ഒരു മോട്ടിവേഷൻ എനിക്കില്ല. എനിക്ക് ആർട്ടിനെ പറ്റി ഒരു വസ്തു അറിയില്ല. പക്ഷേ എങ്ങനെയാണ് ഞാൻ ഈ ആർട്ട് ലൈനിൽ എത്തിയതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ഇൻ ഷോർട്ട്, അതായത് ഞാനിങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് വന്നപ്പം. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ആർട്ടിനോട് ഇൻട്രസ്റ്റ് തുടങ്ങി. ഞാനും ഇന്നും ഞങ്ങളുടെ ബുക്കിംഗ് സബ് കമ്മിറ്റിയിലിരിക്കുമ്പോൾ ഞാനും മെയിൻ ഒരു കമ്മിറ്റി മെമ്പറാണ് സെലക്ഷന്. അപ്പോൾ എനിക്കിപ്പം ആർട്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ A to Z പറയാൻ പറ്റും. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ജസ്റ്റ് വാട്ട് വി കോൾ ദാറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. കുറേ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാമിന് ഇപ്പോഴും ഓർമ്മയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആരുടെ കൂടാണ്? എന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് ഹുസൈൻ, MF ഹുസൈൻ. ഞാൻ ജോയിൻ ചെയ്തിട്ട് 8ാമത്തെ ദിവസം ഹുസൈനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും ടിൽ ഡൈ ഹീ ട്രീറ്റസ് ഐ എം ഹിസ് ഡോട്ടർ. ഓക്കെ, എന്ത് കാര്യം വീട്ടിലത്തെ എന്തിതായാലും മക്കളെ കാര്യമല്ല അമ്മയുടെ എന്തുണ്ടെങ്കിലും എന്നെ ഇവിടെ വന്നിട്ട് എല്ലാം പറയും. എവിടെ പോകുമ്പോഴാണെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഇൻ ഷോർട്ടിൽ ലണ്ടനിൽ പോകുമ്പം കൊണ്ടുപോയി, ഇവിടെ സിംഗപ്പൂർ പോകുമ്പം
ഷോന് കൊണ്ടുപോയി. ദുബൈയിൽ 2 പ്രാവശ്യം കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം തന്നെ ദുബൈയിലുള്ളപ്പോൾ അയാൾ ഉണ്ടായിരുന്നില്ല. അതിലും മുന്നേ പോകുമ്പോൾ എൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെ അവരെ 5 മക്കൾ പോകുമ്പോൾ ഞാനൊരു മകളാണ്. അതേമാതിരിയായിരുന്നു ഹുസൈൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഹെബ്ബർ എൻ്റെ ഗോഡ് ഫാദറാണ്. ഇന്ന് ഞാൻ ഇവിടെ ഈ സീറ്റിൽ ഇരിക്കേണ്ട മെയിൻ കാരണം ഞാൻ സൂപ്രണ്ടായതിനു ശേഷം എൻ്റെ ഒരു ഹോണററി സെക്രട്ടറി മരിച്ചതിന് ശേഷം നെക്സ്റ്റ് ആ രാത്രി എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ടുമോറോ യു ഹാഡ് ടു സിറ്റ് ഇൻ ദാറ്റ് സെയിം റൂം, നോട്ട് അതർ റൂം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ റൂമിൽ എനിക്ക് പ്രൊമോഷൻ തരാതെയും തന്നില്ല, മീൻസ് ആയിട്ടില്ല. പക്ഷെ അതിനു മുന്നേ മരിച്ച നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഈ കസേലയിൽ വന്നിരുന്നു. അതിൻ്റെ ശേഷമാണ് കമ്മിറ്റി മെമ്പർ എനിക്ക് പ്രൊമോഷൻ തന്നു, റെസൊല്യൂഷൻ പാസ്സാക്കി എല്ലാം ആക്കിയത്. അതിന് പിന്നെ ഗൈത്തോണ്ടെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റാണ്. ഗൈത്തോണ്ടെ വളരെ ഷോർട്ടാണ്, ഞാൻ വളരെ ടോളാണ്. അപ്പോൾ എന്നെ വിളിക്കും ഗൈത്തോണ്ടെ ലംബൂന്ന്, അപ്പം ഞാൻ അയാൾക്കും ഗുണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് എല്ലാ സീനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അവരെല്ലാം എന്നെ ഒരു സ്വന്തം മകളെ മാതിരിയായിരുന്നു. ആ ലെവലിലുള്ളത്, അതായത് 68-ൽ ഉണ്ടായ ആർട്ടിസ്റ്റ്. ഇപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുമാരും എന്നെ ചിലവർ അമ്മ എന്ന് വിളിക്കും, ചിലവർ ദീദി എന്ന് വിളിക്കും, ചിലവർ ആൻറ്റി എന്ന് വിളിക്കും. പക്ഷെ അവർക്കുള്ള ആ റെസ്പെക്റ്റും സ്നേഹവും ഇപ്പോഴും എനിക്ക് ആർട്ടിസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വെറും ആർട്ടിസ്റ്റിൻ്റെ ലവ് എഫെക്ഷൻ കാരണമാണ് ഞാൻ ഇന്നും ഈ ഗാലറിയിൽ ഇരുന്ന് പോകുന്നത്. മലയാളി ആർട്ടിസ്റ്റ് ഇവിടെ വരാറില്ലേ എക്സിബിഷൻസ് അവരുടെ ചെയ്യാനൊക്കെ? മാം അവർക്ക് സപ്പോർട്ട്, പിന്നെ അവരുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മലയാളി ആർട്ടിസ്റ്റ് പറഞ്ഞത് ഞാൻ ജോയിൻറ്റ് ചെയ്ത സമയമൊക്കെ ഡൽഹിയിൽ വളരെ ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാമോദരൻ, KG സുബ്രഹ്മണ്യൻ, അങ്ങനെയുള്ള ആ ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റ്. അതിൻ്റെ ശേഷം നമ്മളെ മലയാളികളുടെ ആർട്ടിസ്റ്റ് കേരളത്തിൽ എന്താണെന്ന് അറിയാം. കേരളത്തിലെ ആർട്ടിസ്റ്റുമാർ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സെയിൽ ചെയ്തിട്ടൊക്കെ പോകണം. അതേ സ്ഥാനത്ത് ഈ കൽക്കട്ട, ഡൽഹി, മദ്രാസ്, ബറോഡ ആർട്ടിസ്റ്റുമാർക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ സെയിലല്ല അവർക്ക് മെയിൻ. അവർക്ക് ദേ വാണ്ട് എൻ്റർ ദ ഗാലറി ടു ഹാവ് എ ഷോ. എന്താ വെച്ചാൽ പേര് വേണം, ജഹാംഗീറിൻ്റെ പേര് അവരുടെ ബയോഡേറ്റയിൽ വെക്കണം. പക്ഷെ നമ്മളെ മലയാളികൾക്ക് പേടിയായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രാവശ്യം മാതൃഭൂമി മാഗസിനിൽ ഞാൻ എഴുതി, കേരളത്തിലെ ഏത് ആർട്ടിസ്റ്റിനും ഗാലറിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ അവർ ബോംബെയിലേക്ക് വരുന്നേ ഇല്ലയെന്ന്. അതിൻ്റെ ശേഷമാണ് നിറയെ ആർട്ടിസ്റ്റുമാർ ആപ്ലിക്കേഷൻ ചെയ്തു. അങ്ങനെ എല്ലാ വർഷം ചുരുങ്ങിയൊരു 15-20 ആർട്ടിസ്റ്റ് മലയാളികളുടെ ഷോ ഗാലറിയിൽ വരാറുണ്ട്. ഇപ്പോഴും റീസെൻ്റ്ലി ഒരാളെ ഷോ ചെയ്തു കഴിഞ്ഞ് ഇനിയും ഷോ ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം മലയാളികൾ നിറയെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സെയിലായിട്ടും പോകുന്നുണ്ട്. ഇത്രയും ബിസി ഷെഡ്യൂളാണല്ലോ മാമിൻ്റെ. കരിയറും ഫാമിലിയും മാം എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? മാനേജ് ചെയ്യുന്ന മെയിൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കല്യാണം കഴിച്ച ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ രാത്രി വളരെ ലേറ്റായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോഴും പിന്നെ പുറത്ത് പല മീറ്റിങ്ങിന് പോവുകയാണെങ്കിലും ഹസ്ബൻഡ് ഒരിക്കലും അതിന് ഒബ്ജക്ഷൻ എടുത്തിട്ടില്ല. ഹസ്ബൻഡിന് അറിയാം ഞാൻ സ്ട്രേറ്റ് ആയിട്ട് പോകും വരും, യാതൊരു കോംപ്ലിക്കേറ്റും ഉണ്ടാവില്ല എന്ന്. അപ്പം അവരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അടുക്കളയിൽ വന്ന് നോക്കുക, പിടിക്കുക, എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു ഹെൽപ്പ് കാരണം. അതല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഓഫീസിലച്ച ഇത്രയും ബിസി ഷെഡ്യൂളിൽ നിന്ന് വീട്ടിലെ കാര്യം നോക്കാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കാത്ത. പക്ഷേ ഫുൾ സപ്പോർട്ടുള്ളത് കാരണം ഐ റീച്ച് അപ് ടു ഹിയർ. സുഷമ അജിത് കുമാർ. Hello. Hi. How do you feel working with mom? Like working with mom is very nice because I feel I'm at home. But yeah, the rules are special for me. So she's more strict with me than others. So, but it's nice. Jahangir, all the staff are very nice. I have seen them from my childhood. So I feel I'm in a very good atmosphere here and I'm very comfortable in this gallery. I never give any concession for my daughter because I am very strictly with her only, because tomorrow nobody should not say that, you know, മകൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തു അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ചെയ്തു അങ്ങനെ കൺസെഷൻ, അതിൻ്റെ ആ അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവളിപ്പോൾ മോർ ദാൻ 28 years ആയി ഇവിടെ. പക്ഷെ ആ ഒരു ചാൻസ് എനിക്ക് കൊടുക്കുകയില്ല. വേറെ ആൾക്ക് കൺസെഷൻ കൊടുക്കും, പക്ഷെ അവൾക്ക് കൊടുക്കില്ല. മാമിൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു മൊമെൻറ്റ് ആർട്ട് ഗാലറിയിൽ വന്ന പിന്നെ അത് മാം ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഈ ഗാലറിയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു മാസ്റ്റർ സ്റ്റോക്ക് എക്സിബിഷൻ ചെയ്തു. പുറമേ ഇത് ഇന്ത്യൻ പെയിൻറ്റിങ് ടുഡേ, ഇന്ത്യൻ സ്കൾപ്ചർ ടുഡേ, ഇന്ത്യൻ ഡ്രോയിങ് ടുഡേ, ഇന്ത്യൻ സെറാമിക്സ് ടുഡേ, അങ്ങനെയുള്ള 5 ഷോസ് ഓൾ ഓവർ ഇന്ത്യ ആർട്ടിസ്റ്റിൻ്റെ ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ആക്കിയിട്ട് ഞങ്ങൾ ഷോ ചെയ്തു. അതിന് പുറമെ ഡയമണ്ട് ജൂബിലി കഴിഞ്ഞു, ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞു, ഡയമണ്ട് ജൂബിലിയും കഴിഞ്ഞു. അതെന്ന് പറയുന്നത് ഫുള്ള് ഇന്ത്യേൻ്റെ
ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ 120 വർക്ക് ഞങ്ങൾക്ക് ഗാലറിക്ക് തന്നിട്ട് ഞങ്ങളത് ഓപ്ഷനും ചെയ്തു, പെയിൻറ്റിങ് വിറ്റുകയും ചെയ്തു. ആ ഒരു ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ റെട്രോസ്പെക്റ്റീവ് ഷോ പറഞ്ഞിട്ടുണ്ട്, അതായത് നോ മോർ ആർട്ടിസ്റ്റിൻ്റെ അതൊരു 5 ഷോ ചെയ്തു. അങ്ങനെ ഗാലറിയിൽ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യൂ മാതിരിയുള്ള ഗാലറിയിൽ എക്സിബിഷൻ പോകുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. കുറേ അവാർഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ അവാർഡ്സ് മാം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ് മാമിന് തോന്നുന്നു? എന്നെ അപേക്ഷിച്ചിട്ട് എനിക്ക് 50 years കംപ്ലീറ്റഡ് ഇവിടെ ആയത് കാരണം ഗാലറിയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താജിൽ വെച്ചിട്ട് എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജഹാംഗീർ ആർട്ട് ഗാലറി തന്നു. ഒന്ന് ഫറൂഖ് അബ്ദുള്ള എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കാശ്മീർ ടു കേരള തന്നിട്ടുണ്ട്. പിന്നെ കേരള ഇൻ മുംബൈ അത് നമ്മളെ മ്യൂസിക് ഡയറക്ടർ രാധാകൃഷ്ണൻ അവരിൽ നിന്ന് എനിക്ക് വാങ്ങിയിട്ടുണ്ട്. പുറമേ ഇത് വസായി മലയാളി വസായി അസോസിയേഷൻ അതിൻ്റെ എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അവർ അവാർഡ് തന്നിട്ടുണ്ട് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് വന്നിട്ട്. പിന്നെ റീസെൻ്റ്ലി 2 കൊല്ലം മുന്നേ നായർ വെൽഫെയർ അസോസിയേഷൻ സംതിങ് താന അത് നമ്മളെ ഇഗ്നാസ് ഷിൻഡെ തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അതിനെ വെച്ചിട്ട് കുറേ അവാർഡ് പല വിധത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജാല അവാർഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഡോംബിയല്ലി കാൻഫ്ര അവാർഡ് തന്നിട്ടുണ്ട്. ഇതെല്ലാം പുറമെ റീസെൻ്റ്ലി രാജ് ഠാക്കറെ ലാസ്റ്റ് ഇയർ എനിക്ക് കാംലിൻ അവാർഡ് തന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ മോർ ദാൻ 15 അവാർഡിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. സ്പെഷ്യൽ എനിക്ക് ജഹാംഗീർ ആർട്ട് ഗാലറി തന്ന അവാർഡ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ. അതായത് അതിനെ റെക്കഗ്നൈസ് ചെയ്തു, ഞാൻ 50 years ജോലി ചെയ്തു എന്നുള്ളതിന്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി. ഠാക്കറെ ഫാമിലി ആയിട്ട് നല്ല റിലേഷൻ ആണെന്ന് കേട്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന്? ശരിയാണ്, ഠാക്കറെ ഫാമിലി ആയിട്ട് ഞാൻ വളരെ അറ്റാച്ചാണ് ടിൽ ടുഡേ. അതായത് ഞാൻ ജോയിൻറ്റ് ചെയ്ത സമയം ഞങ്ങളുടെ 4 കമ്മിറ്റി മെമ്പേഴ്സ് കലാനഗറിലാണ്, അതായത് ബാലാസാബ് ഠാക്കറെ താമസിക്കുന്ന ആ സെയിം ഇതിൽ. അപ്പം അങ്ങനെ ഓരോരോ ഇതിൽ കാണുകയും പിടിക്കുകയും ചെയ്യും. പിന്നെ ബാലാസാബ് ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഞങ്ങളുടെ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺസ് വരക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പം ബാലാസാബ് ഠാക്കറെ ഇവിടെ ഒരു ഷോ ചെയ്തു. അപ്പം ഷോ ചെയ്തതിന് ശേഷം ആക്ച്വലി ഷോ ചെയ്തതിനെക്കാട്ടും ഞാൻ കൂടുതൽ അറ്റാച്ച് ഈ കലാനഗറിൽ പോകുമ്പോൾ ഞാൻ കാണും. അപ്പോൾ എന്നെ വിളിക്കും മുൽഗി കായ് എന്ന് പറയും. അപ്പോൾ എനിക്ക് മറാഠി ഒന്നും അറിയില്ല, പക്ഷെ എന്നാലും മൂപ്പർക്ക് വളരെ സ്ട്രിക്റ്റാണ് മറാഠി എന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അറ്റാച്ച് കുട്ടികൾ വളർന്നപ്പോൾ ഞാൻ കണ്ടു. അങ്ങനെ പിന്നെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ബാലസാബ് മരിക്കുന്നതിന് ഞങ്ങൾക്ക് 3-4 കൊല്ലം മുന്നേ ഇവിടെ പല ഷോയിനും ഇന്നോഗ്രേഷൻ ആകുമ്പം മൂപ്പര് വരും. SM പണ്ഡിറ്റിൻ്റെ ഷോ ഉണ്ടായിരുന്നു, അപ്പോൾ മൂപ്പരായിരുന്നു ഇന്നോഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് ഈ ബോർഡ് കണ്ടു, ഈ KG മേനോൻ എന്നുള്ളൊരു ബോർഡ്. ആ ബോർഡ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഈ ബോത്ത് അച്ഛ ബോർഡ് മറാഠിയിലെ പറയത്തു മാജാ ഗരി പാട്ടുക മാല പൈജ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു माझ्याकडे हिंदीमध्ये सांगायचं फक्त मराठीमध्ये सांगायचं പറഞ്ഞു. അപ്പം അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഞാൻ ഹിന്ദി പറയാൻ പാടില്ല മറാഠി പറയണം. അപ്പോഴാണ് ഞാൻ പേടിച്ചിട്ട് മറാഠി കുറേ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ അയാളുടെ സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം മകളെ മാതിരി എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലാതെ ഒരു ഔട്ട്സൈഡേഴ്സോ ഒന്നുമില്ല. പിന്നെ മരിച്ചിട്ട് അതിന് ശേഷം ഞാൻ പോയിട്ട് ഇത്ര ആൾക്കാർ ലൈൻ ഉണ്ടായിട്ടും ഉദവ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നേരെ എന്നെ എടുത്തിട്ട്. അപ്പം അവരുടെ ലോയർ ഉണ്ടായിരുന്നു സൽഗോൺകർ എന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞു കണ്ടില്ലേ മിസ്സസ് മേനെ വേഗം എടുത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളോട് മിണ്ടുന്നും കൂടി ഇല്ല അധികം എന്ന് പറഞ്ഞു. ആ ഒരു ഫാമിലി അറ്റാച്ച് മാതിരിയായിരുന്നു, വളരെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ വിളിച്ച് എനിക്ക് സ്വന്തം ഒരു അച്ഛൻ്റെ മാതിരി. പിന്നെ അതേമാതിരി ഇപ്പം ഉദവും എന്നെ തായി എന്ന് വിളിക്കാറ്. ഇവിടെ വന്നു കഴിഞ്ഞാലും എൻട്രൻസിൽ ആദ്യം ചോദിക്കും കുട്ടയെ മാജാ തായി എന്ന് പറയും. പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുക ഫാമിലി അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഇന്നും ഉണ്ട്. ഈ വരുന്ന യങ് ജനറേഷന് ആർട്ടിലോട്ട് അവർ കയറാൻ പോകുന്ന യങ് ജനറേഷന് മാമിന്റെ സൈഡിൽ നിന്ന് ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് പറയുക ബുക്കിംഗ് ഞാൻ എല്ലാ ബുക്കിംഗ് ആക്ച്വലി സെലക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ബുക്കിംഗ് സബ് കമ്മിറ്റി ഉണ്ട്, അതെല്ലാം ഹൈ ക്വാളിഫൈഡ് ആർട്ടിസ്റ്റാണ്. അവരാദ്യം ഈ വർക്ക് നോക്കിയതിന് ശേഷം ആ വർക്ക് നോക്കും, ക്വാളിഫിക്കേഷൻ നോക്കും. അത് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ബുക്കിംഗ് കൊടുക്കും. ഇപ്പോൾ 2031 വരെ ഗാലറി ബുക്ക്ഡാണ്. അപ്പം ആലോചിച്ച് നോക്കും, മോർ ദാൻ 8-9,000 ആപ്ലിക്കേഷൻ ഒരു കൊല്ലത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? പകുതി ആൾക്കാർക്കും കൂടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിഷമം ആർട്ടിസ്റ്റുമാർക്കുണ്ടാവും. ഞങ്ങളിപ്പോൾ 8 കൊല്ലം മുന്നേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റ് നോ പറയുമ്പോൾ അപ്പോൾ അതൊരു
അവർക്കൊരു അൺവാണ്ടഡ് അങ്ങനെ ഒരു ബാഡ് ഇതായിട്ട് ആർട്ടിസ്റ്റുമാർക്ക് പറയും ഞങ്ങൾക്ക് എന്ത് കിട്ടിയില്ല ഇവർക്ക് എന്തുകൊണ്ട് കൊടുത്തു ആ ഒരു ഇതല്ലാതെ വേറെ ഒരു കോംപ്ലിക്കേറ്റും ആർട്ട് ഫീൽഡ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലം മോഡേൺ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ പല ആർട്ടിസ്റ്റും പല വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മളെ കമ്മിറ്റി മെമ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വരും നാച്ചുറലി. പക്ഷെ അത് മാനേജ് ചെയ്യാം, എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ വല്ല ക്യാൻസലേഷൻ വരികയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് കൊടുക്കാം, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഫോർ മീ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ജഹാംഗീർ ആർട്ട് ഗാലറി ആൻഡ് ആർട്ടിസ്റ്റ്. താങ്ക് യു മാം. വളരെ സന്തോഷമുണ്ട് മാമിൻ്റെ കൂടെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യാൻ. താങ്ക് യു വെരി മച്ച്. അറ്റ്ലീസ്റ്റ് ഞാൻ എന്നെ ഇങ്ങനെ ഒരു ഓർമ്മതയുണ്ട് എന്ന് മിസ്റ്റർ വിജയകുമാറിന് ഓർമ്മ വന്നതിൽ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. അതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്.